ഹലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നലത്തെ പരിപാടിയൊക്കെ ഗംഭീരമായിട്ടാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു, നല്ല കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും. അപ്പോൾ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് മാഷാഅല്ലാഹ് ഒരുപാട് താങ്ക്സ്. ഭയങ്കര സന്തോഷമായിട്ടാണ് നിങ്ങളുടെയൊക്കെ കമൻറ്റ് കണ്ടപ്പോൾ. നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷാഅല്ലാഹ്. അപ്പോൾ ഭയങ്കര ഞാൻ നന്ദി പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ നിങ്ങളോടൊക്കെ. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും, നമ്മളെ സ്നേഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നും നല്ലതൊക്കെ വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ നന്ദി പ്രത്യേകം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നമുക്കിന്ന് നല്ല മഴയായിട്ട്, നല്ല പരിപാടി കഴിഞ്ഞവരൊന്നും ഒരു മഴയുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ചെറുതായിട്ടൊന്നും ഇങ്ങനെ പാറി, പിന്നെ ഇതാ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ ഞാൻ ഫാത്തിമാനെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ച് വന്നേ ഉള്ളൂ. ഫാത്തിമാനെയും റജിക്കുട്ടിനെയും വിളിച്ചിട്ടിപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. ഫാത്തിമക്കുട്ടിക്ക് ഇപ്പോൾ സ്കൂൾ ടീച്ചർ പറഞ്ഞിട്ട് വളവ് കൂടിയിട്ടുണ്ട്, എല്ലാവരും പിച്ചിമാന്താണെന്നൊക്കെ. അപ്പോൾ അവൾ സ്കൂളിൽ പോയ കുട്ടികളെ മാത്രമല്ല കേട്ടോ, ഞങ്ങളെയും റജിക്കുട്ടിൻ്റെയൊക്കെ കയ്യിൽ ഇങ്ങനെ പിച്ചി എടുക്കും. അവൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് പറഞ്ഞാലും അറിയാനൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു കളിപ്രായം, വികൃതിയുള്ള പ്രായമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇതാ ചെറുതായിട്ടൊന്നിങ്ങനെ മഴ. പിന്നെ എന്താണ്, ഇന്ന് ഇപ്പൊക്കെ പോയിട്ടാണ് മണ്ണാർക്കാട്ടൊക്കെ ഇന്നാണ് പോയത്. അപ്പോൾ പോയപ്പോൾ ഭയങ്കര സങ്കടമായി. അവരുണ്ടെങ്കിൽ നല്ലൊരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും വീട്ടിൽ കേട്ടോ. മക്കളൊക്കെ ആയിട്ട് നല്ലൊരു രസമായിരിക്കും. ഇന്നിപ്പം പോയി മണ്ണാർക്കാട്ട് ആങ്ങളുടെ അടുത്തേക്ക് പോയിട്ടാണ്. പിന്നെ എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ കുറേ ആയി അവർ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം പിന്നെ അവിടുന്ന് ഏളാമാൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ വന്നതല്ലേ. അപ്പോൾ ഇപ്പം നല്ല സുന്ദര തപ്പനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എന്താ പാടെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നല്ലതാ കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കൊടിയും കാര്യങ്ങളൊക്കെ ആയ കാരണം പേടി കേട്ടോ. പിന്നെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്താ കാറ്റും മഴയും കണ്ടോ നിങ്ങൾ? നല്ല കാറ്റ്, അടിപൊളി കാറ്റ് കേട്ടോ. നമ്മുടെ ലൈന് വീട്ടിൽ ആരുമില്ല, ഉള്ളവരൊക്കെ 1-2 പേരുള്ളവർ ഉള്ളിലുമാണ്. മഴൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കുമ്പോഴെന്ന് എനിക്കറിയില്ല. ഉമ്മ പാവം വറകൊക്കെ മൂടി തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ. അതെന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ. നല്ല വീഡിയോ ആയിട്ടൊക്കെ നാളെ വരാം. അപ്പം ഇനി റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ എനിക്ക് നോക്കി സ്കൂൾ വിടുന്ന നേരെ നോക്കി മഴ പെയ്യണം കേട്ടോ. അത് മഴ രാത്രി പെയ്താണെങ്കിൽ നല്ല ഒരു കൊതുകിൻ്റെ കടിയൊന്നും കൊള്ളാണ്ട് ഉറങ്ങായിരുന്നു. നല്ല കാറ്റത്ത് മരങ്ങളൊക്കെ ആടണം. റജിക്കുട്ടി ഉണ്ട് കേട്ടോ ഇവിടെ. കാറ്റിന് പിന്നെ ഉള്ളിൽ പോയിട്ട് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്ന് പറഞ്ഞാൽ ഇത്തിരി നേരം ഒന്ന് കടന്നുറങ്ങും, മരം പെട്ടെന്ന് ആൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് നന്ദി പറയാം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് സെറ്റ് സാരിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ നല്ലൊരു ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാൻ പറ്റി. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രണവ് ആരാണ് എന്നൊക്കെ. പ്രണവ് അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ പ്രണവ് പറയുന്നത് ഒരു നമ്മളെ പോലെ എന്താ പറയുക ഭിന്നശേഷിയായ ഒരു കുട്ടിയാണ് കേട്ടോ. 2 കൈയില്ല അവനിക്ക്. പിന്നെ അവനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ചെറുതൊന്നല്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാനലൊക്കെ ഉണ്ട്. പിന്നെ ഭിന്നശേഷി ആയതുകൊണ്ടാണ് അവൻ അവിടെ വന്ന് തിരികൊളുത്തിയതും അവനെ വിളിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് അവനെ ഒന്ന് കാണാനൊക്കെ ആയിട്ടോ. കാണാനും സെൽഫി എടുക്കാനൊക്കെ പറ്റി. നല്ലൊരു ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ മാഡത്തിന് ഒരുപാട് എന്താ പറയുക, ആ ഒരു അങ്ങനെ എത്രയോ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേ സ്വന്തം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ചെയ്യാനൊരു മനസ്സ് വേണ്ടേ. അപ്പോൾ ആ മാഡം ഇനി ഒരുപാട് കാലത്തോളം ജീവിച്ചിരിക്കട്ടെ, നല്ലത് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഭിന്നശേഷിയായ കുട്ടികളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട അതൊക്കെ ചെയ്തു കൊടുക്കാനും മൊത്തത്തിലൊരു മനസ്സന്നെ വേണമല്ലേ. ആ മാഡത്തിന് കൂടെ നിൽക്കണവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഈ സമയം കുറേ ഞാൻ കാണിച്ചു തന്നില്ലേ ഫോട്ടോ, നമുക്കത് ഗിഫ്റ്റായിട്ട് അവർ നമ്മുടെ തന്നെ ഫോട്ടോ ഗിഫ്റ്റായിട്ട് നമുക്കവർ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് തന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. എന്തായാലും ഫാത്തിമക്കുട്ടി കാരണം നമുക്കിങ്ങനെ ഓരോ ഇതിൽ പങ്കെടുക്കാനും ഒക്കെ
പറ്റിയത് വലിയൊരു സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എന്താ പറയുക നിധി പോലെയാണ് കേട്ടോ നമുക്ക്. എനിക്ക് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. എന്തായാലും ഇനിയും എത്ര പറയാൻ പുകഴ്ത്തിയാലും എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഗംഭീര പരിപാടിയായിരുന്നു. അല്ല അതുപോലെ ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എല്ലാവർക്കും പള്ളിയും മനസ്സും വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്റ്റേജിൽ കയറാനും അവർക്ക് അതിൻ്റേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പരിപാടി അടിപൊളി ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. പറയാൻ വാക്കുകളില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിലും വലുതായിട്ട് ചെയ്യാനുള്ളത് അവർക്ക് ദൈവം കൊടുക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അത് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.